മനുഷ്യനിലേക്ക് ധാരാളമായിട്ട് അവൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ധാരാളമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതികമായിട്ട് നമുക്കെല്ലാം ഉണ്ട്. വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ ക്ലബ്ബുകളുണ്ട്, എല്ലാം വലുതാണ്. പക്ഷേ മനുഷ്യൻ മാത്രം ചെറുതായി പോകുന്നു. മനുഷ്യനും ബോറടിക്കുന്നു, അവന് സന്തോഷമില്ല, അവന് ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, അവന് ഭയമുണ്ട്, അവനിൽ ഒരുപാട് ആശങ്കകളുണ്ട്. അവൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെങ്കിൽ, ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ നേടുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വലിയ ദുരന്തത്തിലേക്ക് മാത്രമേ നമ്മളെ നയിക്കുകയുള്ളൂ. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യനെ എങ്ങനെ സന്തോഷമുള്ളവരും തൃപ്തിയുള്ളവരും ഒരു മറ്റുള്ളവർക്കൂടെ പ്രയോജനമുള്ളവനും സാധ്യതയുള്ളവനും ഒക്കെ ആക്കി തീർക്കാം. അതിനുവേണ്ടി എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാം, അതിനെ ഒരു എക്സ്പെൻസായി എങ്ങനെ കാണാതിരിക്കാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ നിന്നൊരു ടീച്ചർ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരി സ്വന്തം മകളുടെ ഒരു കാര്യം അന്വേഷിക്കാനായിട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ഒരു 3 വർഷമായിട്ട് സാറിനെ പോലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഇവിടെ നടത്താനായിട്ട് ഞങ്ങളിങ്ങനെ ടീച്ചേഴ്സ് നിരന്തരമായിട്ട് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് പറയുന്നത് അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. മാനേജ്മെൻറ്റുകൾക്കൊക്കെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനൊക്കെ പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ടീച്ചറിനെ സമാധാനിപ്പിച്ചു. അതിൽ കൂടുതലായിട്ട് ഞാൻ ചിന്തിച്ചു പോയത്, ഒരു പുരോഹിതൻ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് ഒരു വളരെ ദീർഘമായൊരു സംഭാഷണമൊക്കെ നടത്തി അവിടുത്തെ കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ കൂടുതൽ എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ച്, മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം ഒരു വർഷത്തേക്കുള്ള ചില പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യുക, അതിനുവേണ്ടി ഒരു 2-3 റിസോഴ്സ് പേഴ്സൺസിനെയൊക്കെ തീരുമാനിക്കുകയും അതനുസരിച്ചൊരു പ്രോജക്റ്റ് ആരാധനാലയത്തിൻ്റെ അധികാരികൾക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ അത് തള്ളിക്കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചിലവും ഇത്രയൊക്കെ സമയമൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എല്ലാവരും ഇതിനെ കാണുന്ന ഒരു എക്സ്പെൻസായിട്ടാണ്. എൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ആധികാരികമായി പറയാൻ കഴിയും, മനുഷ്യനിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതിനെ ഒരു എക്സ്പെൻസായിട്ടല്ല കാണേണ്ടത്. കാരണം കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സൃഷ്ടിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. കുറേ മരാമത്ത് പണി നടത്തുക, കുറേ വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. തീർച്ചയായിട്ടും അതൊക്കെ വളരെ ആവശ്യമാണ്. മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് അതൊക്കെ ആവശ്യമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യമാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അവൻ്റെ തിങ്കിങ്ങിൽ നിന്നാണ് തുടങ്ങുന്നത്. അവൻ്റെ ചിന്തകൾ ഓർഗനൈസ്ഡ് ആണെങ്കിൽ, അവൻ്റെ ചിന്തകൾ മെച്ചപ്പെട്ടതാണെങ്കിൽ, ചിന്തകളിൽ നിന്നാണ് തീരുമാനങ്ങളുണ്ടാകുന്നത്, തീരുമാനങ്ങളിൽ നിന്നാണ് ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുക, അവനെ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനാക്കുക എന്നുള്ളതിൽ നമ്മൾ ഒരുപാട് നിക്ഷേപിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർക്ക് പോലും ജീവിതത്തിൽ സന്തോഷമില്ല, അവർക്ക് പലർക്കും ജോലി കിട്ടുന്നില്ല, കുടുംബജീവിതം തകരുന്നു, കുടുംബം എന്ന നിലയിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നില്ല, കാഴ്ചപ്പാടുകളില്ല, സാമൂഹ്യ രംഗത്തൊക്കെ ഒറ്റപ്പെടുന്നു, പലതരത്തിലുള്ള നൈപുണ്യങ്ങളുടെയും കുറവ് അവരെ ബാധിക്കുന്നു, വാർദ്ധക്യകാലത്ത് പോലും അവർ വളരെ വിഷമിച്ച് ജീവിക്കുന്നു. സമ്പത്ത് ധാരാളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഭൗതികമായ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തോ വലിയൊരു നഷ്ടം പലർക്കും ഉള്ളതായിട്ട് തോന്നുന്നു. ഞാൻ ഈ അടുത്തിടയിലൊരു മനുഷ്യനെ കണ്ടത്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആരും ഒന്ന് കയറി വരാൻ പോലും ഈ വീട്ടിലില്ല, ഈ വീട്ടിലേക്ക് ആരും ഒന്ന് കയറി വരാൻ പോലും ഇല്ല. അതാണ് ക്വാളിറ്റി ഓഫ് ലിവിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ആ മനുഷ്യനെ അനലൈസ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒരു കാര്യത്തിനും മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരുമായിട്ട് കൂട്ടം കൂടാനോ സൗഹൃദ ബന്ധങ്ങൾ പുലർത്താനോ ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു. അവസാനമായപ്പോഴത്തേക്ക് അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ഞാൻ അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുശേഷം ഞാൻ നടത്തിയ ഒരു ടോക്കിൽ തന്നെ പറഞ്ഞത്, ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൂടുതൽ സൗഹൃദങ്ങളിലേക്ക് തിരിച്ചു പോവുകയും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്മേറ്റുകളെയെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ചേരുകയും അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടുകയും സാമൂഹികപരമായി കുറച്ചുകൂടെ അയഞ്ഞ് പ്രവർത്തിക്കുകയും കൂടുതൽ സംഭാവനകളൊക്കെ നൽകുകയും ഒക്കെ ചെയ്താൽ അവസാന കാലമൊക്കെ ആകുമ്പോൾ കൂട്ടായ്മകളുണ്ടാവും, കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ടാവും, ഏതെങ്കിലും ഒരു ക്ലബ്ബോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് മനുഷ്യരുമായിട്ട് ഇടപെടാനും സഹവർത്തിത്വത്തിനും ഒക്കെയുള്ള സാധ്യതകൾ കൂടും, ആരെങ്കിലുമൊക്കെ കയറി വരാനുണ്ടാവും. അത് നമ്മുടെ ജീവിതം കൊണ്ട്
നമ്മൾ എന്ത് വിതച്ചോ അതാണ് നമ്മൾ പിന്നീട് കൊയ്തെടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലിവിങ് മെച്ചപ്പെടാനായിട്ട് ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം പണം കൊണ്ടെല്ലാം നേടാവുന്നു, കുറേ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടെല്ലാം നേടാവുന്നതൊക്കെ കരുതിയ മനുഷ്യനാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. അവനൊരു അവസാന കാലഘട്ടത്തിലൊന്നുമില്ല, പലർക്കും മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ഫീൽ ചെയ്യുന്നില്ല. ഇനി അവസാനമൊന്നും എടുക്കണ്ട, ചെറുപ്പക്കാരായ ധാരാളം കുട്ടികൾ പഠനകാലത്ത് തന്നെ വളരെയധികം ബോറടിക്കുന്നവരുണ്ട്. പഠിക്കാൻ താല്പര്യമില്ല, വളരാൻ താല്പര്യമില്ല, ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, ധൈര്യമില്ല, ഭയം, സന്തോഷമില്ലായ്മ ഒക്കെ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 2 പേരൻസ് എന്നെ വിളിച്ചതിൽ ഒരു പേരൻ്റ് പറഞ്ഞത്, എൻ്റെ മകൻ വലിയ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നത പഠനം നേടിയ ആളാണ്. പക്ഷേ അവന് സുഹൃത്തുക്കളില്ല, അവനെ ഒറ്റപ്പെട്ട് കഴിയാണ്. കൂടുതൽ സമയം ജോലി കഴിഞ്ഞ് നേരെ വരുന്ന ഒരു മുറിക്കകത്ത് കയറുന്നു, അതിനകത്തിരിക്കുന്നു, ഭക്ഷണം പോലും സമയത്ത് കഴിക്കുന്നില്ല, ആവശ്യത്തിന് ഉറങ്ങുന്നില്ല, ഒരു സന്തോഷവും. വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടും ഒരു മനുഷ്യൻ അങ്ങനെ ആയിത്തീരുന്നെങ്കിൽ ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും മറ്റും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. വേറൊരു പേരൻ്റ് എന്നോട് പറഞ്ഞത് അവരുടെ മകളെക്കുറിച്ചാണ്. ആ മകളെ സംബന്ധിച്ച് അവൾക്ക് എല്ലാത്തിനോടും വലിയ ഈർച്ചയും ദേഷ്യവുമാണ്, എപ്പോഴും പൊട്ടിത്തെറിക്കുകയാണ്. ഒരു ലേറ്റർ ടീനേജിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പേരൻസുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള റാപ്പോ ഇല്ല, ഒരു തരത്തിലുള്ള ഒന്നിനോടും താല്പര്യമില്ല, ഒന്നിനോടും ഇഷ്ടമില്ല. അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച്. അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? നമ്മൾ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാല്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൗമാരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, യൂത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ എൻറിച്ച് ചെയ്യുക, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടി കൂടുതൽ മനുഷ്യനെ എൻറിച്ച് ചെയ്യുക. അവർക്ക് നല്ല കാഴ്ചപ്പാടും ചിന്താഗതികളും ഒക്കെ ഉണ്ടാവാൻ, അവർക്ക് ശക്തമായ നൈപുണ്യങ്ങളുണ്ടാകാൻ, നേതൃത്വ ഗുണം ഉണ്ടാവാൻ, ഒരു മാനവശേഷി വികസനത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, അവനവനെ തന്നെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, അവൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് അവനിൽ നിന്ന് സമൂഹത്തിലേക്ക് അവൻ പകരപ്പെടുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും ഒരു മനുഷ്യന് സംഭവിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലിവിങ് മെച്ചപ്പെടുകയുള്ളൂ. ഒരു ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുക, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് വെട്ടിപ്പോക്ക് നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലികം പലപ്പോഴും പല ഓർഗനൈസേഷനും കാണുന്നൊരു കുഴപ്പം, അത് മതങ്ങളായാലും രാഷ്ട്രീയമായാലും എല്ലാം ഒരു ഹ്രസ്വകാലം കൊണ്ട് പെട്ടെന്ന് കയ്യടി നേടാൻ പറ്റുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. മനുഷ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ ഏറ്റവും കുറഞ്ഞ ഒരു 5 വർഷമെങ്കിലും എടുക്കും. അത്രയും വെയിറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഞാനായിരിക്കുമോ അതിൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്നത്. അപ്പോൾ ഞാനിരിക്കുമ്പോൾ തന്നെ എനിക്ക് കയ്യടി വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്തി മുമ്പോട്ട് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതാണ് ദുരന്തവും. വലിയൊരു സേയിങ് ഉണ്ട്, രാഷ്ട്രീയക്കാരൻ കൂടി വന്നാൽ ഒരു 3-5 വർഷത്തേക്ക് ചിന്തിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാനാണ് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ്. ഒരു ലോകത്തിൻ്റെ, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, പെട്ടെന്ന് ഒരു തൈ വെച്ച് അത് വളർത്തി ഒരു മരമാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ ആ മരമായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ ഫ്രൂട്ട് ലഭിക്കാനായി കാത്തിരിക്കാൻ കഴിവില്ലാത്ത ആർക്കും തൈ വെച്ച് പിടിപ്പിക്കാനുള്ള മനസ്സുണ്ടാവില്ല. അപ്പം കുറേ ഫലങ്ങൾ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനെപ്പറ്റി സ്വപ്നം കാണുന്നവർ, അതിനെ വളർത്തിയെടുത്ത ഒരു കാലഘട്ടം വരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടായി കഴിയുമ്പോൾ അതിന് തണലും കൂടി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം. തീർച്ചയായിട്ടും അത്തരത്തിൽ ഫലം കായ്ക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. മനുഷ്യനിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അവൻ്റെ ക്വാളിറ്റിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഇനിയും കൂടുതലായിട്ട് ഈ ലോകത്തുണ്ടാവേണ്ടത്. ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ വളർത്തി കഴിഞ്ഞിട്ടും മനുഷ്യന് സന്തോഷമില്ലെങ്കിൽ, അവന് സാധ്യതകളെ പറ്റി അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, അവന് ബോറടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിരുത്തലിൻ്റെ സമയമായില്ലേ.